താടകാവധം, യാഗരക്ഷ, അഹല്യാമോക്ഷം എന്നിവ കഴിഞ്ഞിരിക്കുന്നു. പരമേശ്വരൻ്റെ വില്ല് കാണുന്നതിന് വിശ്വാമിത്ര മഹർഷി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ജനക മഹാരാജാവിന് ഉൾക്കുരുന്നിൽ വളർന്ന പ്രീതി അലൗകിക സ്വഭാവമാർന്നതാണ്. അതിൽ നിന്നു തന്നെയാണ് ഒടുവിലത്തെ വാക്കുകൾ പുറപ്പെടുന്നത്. വില്ല് ശ്രീരാമൻ കുലച്ച് വലിച്ചു മുറിക്കുമെന്ന ഒരു വിശ്വാസം ജനക മഹാരാജാവിനുണ്ട്. വിശ്വാമിത്ര മഹർഷി നൽകുന്ന മറുപടിയിൽ സംയമിതമായ വിശ്വാസമാണ് അടങ്ങിയിട്ടുള്ളത്. ശിവന്റെ വില്ല് കൊണ്ടുവന്നത് 5000 കിങ്കരന്മാർ കൂടിയാണ്. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം ത്രയംബകം എന്നാണ് മന്ത്രീന്ദ്രൻ പറയുന്നത്. ശ്രീരാമൻ വില്ലിനെ വന്ദിക്കുന്നതിൽ രാജകീയമായ പ്രൗഢിയാണുള്ളത്. ആനന്ദമാണ് ഉള്ളിൽ. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ ചൊല്ലുക എന്ന ചോദ്യത്തിന് മഹർഷി ആകുന്നത് ചെയ്താലും എന്നാണ് പറയുന്നത്. ജ്വലിച്ച തേജസ്സോടെ ശ്രീരാമചന്ദ്രൻ വില്ല് വലിച്ചു കുലയ്ക്കുന്നതും മുറിക്കുന്നതുമായ രംഗം ഈശ്വര ചൈതന്യം വിളങ്ങി നിൽക്കുന്നതാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, ഈ 7 ലോകങ്ങളിലും അതിൻ്റെ ശബ്ദം മാറ്റൊലി കൊള്ളുക തന്നെ ചെയ്തുവെന്ന് തോന്നും. ലോകത്തിൻ്റെ വിധി തിരുത്തി കുറിക്കുന്ന മഹാസംഭവമെന്ന നിലയിലാണ് ശ്രീരാമൻ മഹേശ ശാപം കുലച്ചതിനെ വിവരിച്ചത്. ശുഭസൂചകമായി ആ സംഭവത്തെ ലോകം കൊണ്ടാടുന്നു. വിശ്വാമിത്രനുമതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതി. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടിനേൻ. ഇതു കാലം കാടകം പുക്കാനേരം വന്നൊരു നിശാചരി, താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗം, ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജ സ്പൃഷ്ടി കൊണ്ടഹല്യതൻ, പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ശാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു, നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും, തന്നെ സജീവനെ വിളിച്ച് നിയോഗിച്ചു ചെന്നു നീ വരുത്തണം ഈശ്വരനുടെ ശാപം. എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദശരഥി,
വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭൻ ഇവൻ മാമ നന്ദനക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നെ ചൊല്ലവീതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും. സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാർ. ഗണ്ഡസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമ ചന്ദ്രനു ആനന്ദമുൾ കൊണ്ടുവന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതാശ്രമം. നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം.